ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. പങ്കജ കസ്തൂരി മിസ് ട്രിവാൻഡ്രം കോൺടെസ്റ്റ് 2000 ആരംഭിക്കുകയാണ്. ഇന്നത്തെ ഈ മത്സരത്തിൽ വിജയികളാവുന്നവർക്ക് സമ്മാനദാനം നിർവഹിക്കുവാൻ ഇവിടെ എത്തുന്നത് പ്രശസ്ത ചലച്ചിത്രതാരം സൂപ്പർ സ്റ്റാർ ശ്രീ ഭരത് സുരേഷ് ഗോപി. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഈ ഫാഷൻ ഷോയിൽ പങ്കെടുക്കാനെത്തിയ സുന്ദരികളുടെ ചുവടിനൊത്ത് പ്രേക്ഷകരുടെ ഹൃദയത്തുടിപ്പിനൊത്ത് സംഗീതം ആലപിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ പ്രശസ്തനായ പോപ്പ് സിംഗർ മിസ്റ്റർ വിജയ് വർമ്മ. ഗുഡ് ഈവനിംഗ് എവരിബഡി. ഈ ഫാഷൻ ഷോയിൽ സംഗീതം ആലപിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിനായി ഇതിന്റെ സംഘാടകരോട് ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്റെ വിജയാശംസകൾ. താങ്ക് യു. So now it's time to fasten your seatbelts and keep your eyes and ears open for your enticing beauty queens. Thank you. Sharon baby, balle Bengali baby. Shadi baby, Sharon baby, balle Bengali baby. Love me, Shadi, wanam body rapadi. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന വാശിയേറിയ ഈ സൗന്ദര്യ മത്സരത്തിന്റെ വിധി പ്രസ്താവിക്കുവാൻ പ്രശസ്ത ചലച്ചിത്രതാരം സൂപ്പർ സ്റ്റാർ ശ്രീ ഭരത് സുരേഷ് ഗോപിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇന്നിവിടെ നടന്ന ഈ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തവരെല്ലാവരും തന്നെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഹൂ ഇസ് ബെസ്റ്റ് എന്നതല്ല, ഹൂ ഇസ് ബെറ്റർ ദാൻ ദ ബെസ്റ്റ് എന്നതാണ് പ്രശ്നം. ജഡ്ജസിന്റെ തീരുമാനം അന്തിമമാണ്. ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നമുക്ക് നോക്കാം. പ്ലീസ്. താങ്ക് യു. സെക്കൻഡ് റണ്ണർ അപ്പ് മിസ് ശ്രുതി വാര്യർ. കൺഗ്രാറ്റ്സ്. Thank you. Now the first runner-up, Miss Sri Lakshmi. Well, Thank you. sorry. ശ്രീലക്ഷ്മി അല്ല, ഐ എം ബോബി കൃഷ്ണ. ഒന്നും മനഃപൂർവ്വമല്ല. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. അവളുടെ മനസ്സറിയാൻ വേണ്ടി ശ്രീലക്ഷ്മിയായി. അത് എങ്ങനെയൊക്കെ കലാശിക്കുമെന്ന് ഞാൻ കരുതിയില്ല.
അടിയണവനെ വാടാ. എന്നോടാ പറഞ്ഞു വിടാൻ. ഇയാളൊരു തെറ്റ് ചെയ്തു എന്ന് വെച്ച പട്ടിയെ തല്ലുന്ന പോലെ. പ്ലീസ് അയാളെ അറസ്റ്റ് ചെയ്യണം. മിസ്റ്റർ സുരേഷ്, താങ്കൾ ഇതിൽ ഇടപെടരുത്. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. സാർ പ്ലീസ് അവനെ രക്ഷിക്കണം സാർ. പ്ലീസ് സാർ. എവിടെയാ പയ്യൻ? ഇവിടെ ഉണ്ട് സാർ. അകത്തേക്കുണ്ടോ? സാർ, സാറിനെ കാണാൻ. അറിയാം. ഇങ്ങോട്ട് ഇറങ്ങടാ. നടക്ക. നീക്ക് എങ്ങോട്ടാ? മാറി നിൽക്ക്. നടക്കടാ. ആ, നിങ്ങൾ പോയിക്കൊള്ളൂ. ശരി സാർ. എന്താ തന്റെ പേര്? ബോബി. അപ്പൊ പിന്നെ ഈ ലക്ഷ്മി ആരാ? എന്താടോ ചോദിച്ചത് കേട്ടില്ലേ? അത് ഞാൻ. ബോബി, മനസ്സുകൊണ്ടെങ്കിലും പ്രേമിക്കാത്തവരായി ഈ ലോകത്ത് ആരുമില്ല. ഈ പ്രായത്തിലൊക്കെ ഞാനും പ്രേമിച്ചിട്ടുണ്ടോ. പ്രേമിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രേമം പിടിച്ചു പറ്റാൻ വേണ്ടി ഒരുപാട് നമ്പറുകളും കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതല്പം കടന്നുപോയില്ലേ ബോബി? പെൺവേഷം കെട്ടുക, ആ കുട്ടിയോടൊപ്പം താമസിക്കുക, എന്നിട്ട് ഒരു കൂസലുമില്ലാതെ മറ്റുള്ളവരെയെല്ലാം വിഡ്ഢികളാക്കി ഫാഷൻ ഷോയിൽ പങ്കെടുക്കുക. അതൊക്കെ തെറ്റല്ലേ? ഏതായാലും താൻ വിഷമിക്കണ്ട. ജാമ്യം എടുക്കാനുള്ള എല്ലാ ഏർപ്പാടും ശരിയാക്കിയിട്ടുണ്ട്. ഇതിലൊരു ഒപ്പിട്. സുരേഷ് അവിടെ വന്നത് തന്റെ ഭാഗ്യം. ഇയാൾ എന്റെ ഫ്രണ്ടായി പോയി. അതുകൊണ്ടാ ഞാൻ ഇടപെട്ടത്. ഫ്രണ്ട് മാത്രമല്ല, ഞാൻ ഇയാളുടെ ഒരു ആരാധകൻ കൂടിയാണ്. ഇയാളുടെ കമ്മീഷണർ എന്ന ഫിലിം കണ്ടപ്പോ പോലീസുകാർ ഇങ്ങനെ ആയിരിക്കണമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ആ മറ്റേ പടം ഉണ്ടല്ലോ, പത്രം, അത് കണ്ടപ്പോ നേരെ തിരിഞ്ഞു. ഇയാൾ എന്തൊരിടിയാടോ പോലീസുകാരെ എടുത്തിട്ടിരിക്കുന്നത്? പോലീസുകാരെ തൊട്ടാലേ വിവരം അറിയും. ആ, അതൊക്കെ പോട്ടെ. താൻ ചെയ്ത കുറ്റത്തിന്റെ വകുപ്പ് എന്താണെന്നറിയാം? IPC 419, ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ. അതിനുള്ള ശിക്ഷ 3 കൊല്ലം അഴിയണ്ടേണ്ടി വരും. ഏതായാലും ആ കുട്ടിയുടെ സഹോദരന് പരാതിയില്ലാന്ന് എഴുതി തന്നത് തന്റെ ഭാഗ്യം. അടി ശരിക്ക് കിട്ടിയല്ലേ? അത് സാരമില്ല. അല്പമൊക്കെ വേദനിച്ചാലേ പ്രേമത്തിന് വീര്യം കൂടും. എന്ന് വെച്ച് വീര്യം കൂട്ടാൻ വേണ്ടി ഇനിയും വല്ല വേലത്ര ഒപ്പിച്ചാലുണ്ടല്ലോ, ആണും പെണ്ണും അല്ലാതായി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. താങ്ക് യു വെരി മച്ച് ബാലചന്ദ്രൻ. വെൽക്കം. ഒരു താങ്ക്സ് എങ്കിലും പറയടോ. താങ്ക് യു സാർ. ചെല്ല് ചെല്ല് ചെല്ല്. നമസ്കാരം. സോ താങ്ക് യു. വെൽക്കം. വരട്ടെ. പേടിക്കാനൊന്നുമില്ല, ജാമ്യം എടുത്തിട്ടുണ്ട്. ഏതായാലും ഭയങ്കര ചതിയായി പോയി താൻ കാണിച്ചത്. എന്റെ കാര്യം പോട്ടെ, മാളുവിന്റെ കാര്യം താനൊന്ന് ആലോചിച്ച് നോക്ക്. അവളോടൊപ്പം ഹോസ്റ്റലിൽ താമസിച്ച ലക്ഷ്മി താനാണെന്ന് കോളേജിൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി ആ കുട്ടിക്ക് തന്നെ ഇഷ്ടമാണെങ്കിൽ പോലും ഇത് ഇത്തിരി കടന്ന കൈയായി. ആ കുട്ടി ഇനി അങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്യും. എനിക്കുടനെ മാളുവിനെ കാണണം, കണ്ട് മാപ്പ് പറയണം. ഇത്രയൊക്കെ ചെയ്തിട്ടും തനിക്കിനി വീണ്ടും അവളെ കാണണമല്ലേ? അവക്കിനി ഒരിക്കലും തന്നെ കാണണ്ടെന്നാ പറഞ്ഞത്. കാണണ്ടെങ്കിൽ വേണ്ട സാറേ, പോകാൻ പറ. തനിക്കത് എളുപ്പം പറയാൻ കഴിയും. പക്ഷെ ബോബിക്ക് മാളുവിനെ കാണാതിരിക്കാൻ പറ്റില്ല. എനിക്കറിയാം. പറ്റുവോടോ?
പറ്റില്ല. അപ്പൊ എങ്ങനെ, സന്തോഷമായില്ലേ? അപ്പൊ എന്റെ ജോലി കഴിഞ്ഞു, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. എനിക്ക് എന്റെ ഷൂട്ടിംഗ് സ്ഥലത്തെത്തണം. വരട്ടെ. ഗുഡ് ലക്ക്. പിന്നെ എന്താ ഇതെന്താ ഇത്? എനിക്കൊരു പ്രേമലേഖനം. പ്രിയപ്പെട്ട ബാലകൃഷ്ണന്, ഈ കുടമുല്ലപ്പൂ എന്റെ സ്നേഹ സമ്മാനമാണ്. പക്ഷെ ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നില്ല. കാരണം ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ എന്നോട് ഇഷ്ടമില്ലെന്ന് ബാലകൃഷ്ണൻ പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് ഞാൻ ആരാണെന്ന് ബാലകൃഷ്ണൻ തന്നെ കണ്ടുപിടിക്ക് എന്ന് സ്നേഹപൂർവ്വം കുടമുല്ലപ്പൂ. ഒരു കുപ്പി മേടിച്ചു തന്നാൽ ഈ എഴുത്തെഴുതിയത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു തരാം. എന്താ റിബൺ റെഡി? എന്റെ അമ്മേ, തന്റെ ഒടുക്കത്തെ കുപ്പിയാണ് ഇത്രയും കുഴപ്പമുണ്ടാക്കിയത്. മുക്കരുതേ മുക്കരുതേ. ഇനി ഞാനൊരു സത്യം പറയാം. ഒരു കുപ്പി കിട്ടുമല്ലോ എന്ന് കരുതി ഞാനാണ് ഈ പ്രേമലേഖനം എഴുതിയത്. എന്നെ ഒന്നും ചെയ്യരുത്. ദൈവം അനുഗ്രഹിക്കും.